നമസ്കാരം. ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. റാഗി ദോശ. റാഗി അല്ലെങ്കിൽ നമ്മൾ മുത്താറി എന്ന് പറയും. ഇത് നമുക്ക് എത്രത്തോളം നമ്മുടെ ഹെൽത്തിന് ഗുണം ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സർവ്വസാധാരണയായി നമ്മൾ മക്കൾക്ക് കുറുക്കാണ് വെച്ച് കൊടുക്കാറുള്ളത്. പക്ഷേ നമ്മുടെ മക്കളൊന്നും അത് കഴിക്കില്ല. റാഗിയുടെ കുറുക്ക് കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ മക്കൾക്ക് റാഗി കൊണ്ടുള്ള എന്തെങ്കിലും ഒരു വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള റാഗി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് വെള്ളമൊഴിച്ച് നന്നായി കഴുകിയെടുക്കണം കേട്ടോ. റാഗിയിൽ നമുക്കറിയാം നന്നായിട്ട് വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നന്നായിട്ട് തിരുമ്മി കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളതിലേക്ക് 3 ടീസ്പൂൺ ഉഴുന്നാണ് ചേർക്കുന്നത് കേട്ടോ. ഈ റെസിപ്പിയുടെ പ്രത്യേകത പറഞ്ഞാൽ നമ്മളിതിൽ അരി ചേർക്കുന്നില്ല, അതുപോലെ തന്നെ ചോറ് ഒന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. ഉഴുന്നും റാഗിയും മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ചേർത്ത് ഒരു 4 മണിക്കൂർ അടച്ചു വെച്ച് മാറ്റി വെക്കുക. 4-5 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച ഉഴുന്നും റാഗിയും ഒന്നുകൂടെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച മുത്താറയും അതുപോലെ ഉഴുന്നും ചേർത്ത് അതിലേക്ക് കുറച്ച് ശകലം ഈസ്റ്റ് ചേർത്ത് കുറച്ച് പശുവിൻ പാലാണ് ഞാൻ ഒഴിച്ചത്. എന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കിയ മിക്സ് അതിലേക്ക് ഒഴിച്ച് ഒരു 3-4 മണിക്കൂർ എന്ത് ചെയ്യാം, റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അല്പം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. മാവ് ഒത്തിരി ലൂസായിരിക്കരുത്, എന്നാൽ നല്ല തിക്കായിട്ടും ഇരിക്കാൻ പാടില്ല. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ മാവ്. എന്നിട്ടൊരു ദോശക്കല്ല് സ്റ്റവിൽ വെച്ചതിന് ശേഷം ഇച്ചിരി വെള്ളം കുടഞ്ഞ് നമ്മുടെ ബാറ്റർ ഇതിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ മസാല ദോശയ്ക്ക് എങ്ങനെയാണോ ഇത് ചുറ്റുന്നത് അതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. അരിയും ചോറും ചേർക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ദോശ ഒന്ന് വെന്ത് വരുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യുക, വേണമെങ്കിൽ ഓപ്ഷനിലാണ്, നമുക്ക് കുറച്ച് നെയ്യ് എന്ത് ചെയ്യുക പുരട്ടി കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ദോശ നന്നായി മൊരിഞ്ഞ് വരുന്നുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ദോശ നല്ല മൊരിഞ്ഞ ദോശയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ചൊരു കറിയുടെ ആവശ്യമൊന്നുമില്ല, എന്നാലും സാമ്പാർ ബെസ്റ്റാണ്. നല്ല ടേസ്റ്റിൻ്റെ സാമ്പാറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ. നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. എല്ലാവരും വീട്ടിലുണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം.